വെൽക്കം യു ഓൾ ടു ദിസ് കൊമേഴ്സ് ഈസി ലേണിംഗ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ബികോം BBA 4th സെമിസ്റ്റർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ് ഇത്. സബ്ജക്റ്റ് കോസ്റ്റ് അക്കൗണ്ടിങ്, ടോപ്പിക് ബഡ്ജറ്റ് കോസ്റ്റിംഗ്, അതിൽ ഫ്ലെക്സിബിൾ ബഡ്ജറ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: The expenses budget for production of 10,000 unit in a factory was furnished below. 10,000 യൂണിറ്റ് ഒരു ഫാക്ടറിയിൽ 10,000 യൂണിറ്റ്സ് അത്രയും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഏതൊരു പ്രൊഡക്റ്റിൻ്റെ. ആ പ്രൊഡക്റ്റിൻ്റെ കാര്യങ്ങൾ പെർ യൂണിറ്റിന് എത്രത്തോളമാണ് എക്സ്പെൻസസ് വന്നിരിക്കുന്നതെന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ബഡ്ജറ്റ് പറയുന്നുണ്ട്. പിന്നീട് നമുക്ക് വേറെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന ഇപ്പോൾ തന്നിരിക്കുന്ന ഏതാ 10,000 യൂണിറ്റിൻ്റെയാണ് തന്നിരിക്കുന്നത്. അതിൽ മെറ്റീരിയൽസ് 70 ആണ്, ലേബർ 25, വേരിയബിൾ ഓവർഹെഡ് 20, ഫിക്സഡ് ഓവർഹെഡ് 10, വേരിയബിൾ എക്സ്പെൻസസ് 5, സെല്ലിംഗ് എക്സ്പെൻസസ് 10% ഫിക്സഡ് ആണ്. സെല്ലിംഗ് എക്സ്പെൻസസിൽ 10% ഫിക്സഡ്. ഏതിൻ്റെ? 13ൻ്റെ കേട്ടോ. ദെൻ ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് 20% ഫിക്സഡ്, ദാറ്റ് ഈസ് 7ൻ്റെ 20% ഫിക്സഡ്. ബാക്കിയുള്ളത് അപ്പോൾ എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും അറിയാം അത് വേരിയബിൾ ആണെന്ന്. ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് 5, ടോട്ടൽ 155. ഇത്രയും ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഏത് യൂണിറ്റ്സിന് അല്ലെങ്കിൽ എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തതിൻ്റെയാണ്? 10,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തതിൻ്റെയാണ് ഈ കണക്ക്. അതിൽ പറഞ്ഞിരിക്കുന്നത് പ്രിപ്പയർ എ ബഡ്ജറ്റ് ഫോർ പ്രൊഡക്ഷൻ ഓഫ് 8,000 യൂണിറ്റ്സ്. അതായത് ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് 8,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ബഡ്ജറ്റ് എങ്ങനെയായിരിക്കണം നമ്മൾ റെഡിയാക്കേണ്ടത് എന്നുള്ളതാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ദെൻ അസ്യൂമിങ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ് അസ് 100% ഫിക്സ്ഡ്. ഇവിടെ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ് 5 എന്നാ പറയുന്നത്. അതിൽ എന്താ പറയുന്നത്? ആ 5യും ഫുൾ ആയിട്ടും എന്ത് തന്നെയാണ്? ഫിക്സഡ് എക്സ്പെൻസസ് ആണ്. 100% ഫിക്സഡ് എക്സ്പെൻസസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതായത് നമുക്കിപ്പോൾ ഒരു 10,000 യൂണിറ്റ്സിൻ്റെ ഒരു പ്രൊഡക്ഷൻ നടത്തിയിട്ടുണ്ട് ഒരു ഫാക്ടറിയിൽ. അതിൻ്റെ കാര്യങ്ങളാണ്, ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ പെർ യൂണിറ്റ് ഒന്നിന് ഇത്രയാണ് എന്നൊക്കെയാണ് പറയുന്നത്. മെറ്റീരിയൽസിന് ഒരു യൂണിറ്റ് ചിലവാകാൻ 70 രൂപ, ലേബറിന് 25 റുപ്പീസ്, വേരിയബിൾ ഓവർഹെഡിന് 20, അങ്ങനെ ഒരു യൂണിറ്റിന് ഇത്ര രൂപ, എത്ര എണ്ണം ചിലവായി എന്ന് പറയുന്നുണ്ട്. പക്ഷേ ടോട്ടൽ എമൗണ്ട് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യും. ഇത് 10,000ൻ്റെ ഓരോ യൂണിറ്റിൻ്റെയും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യും. അതിന് ശേഷമാണ് അവരെന്ത് കണ്ടുപിടിക്കാൻ പറയുന്നത്? 8,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് എത്ര ബഡ്ജറ്റ് ആവശ്യമായിട്ട് വരും, എങ്ങനെയാണ് അത് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം? നേരെ ഇനി ആൻസറിലേക്ക് പോവാം. ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഈ പറഞ്ഞ ഫ്ലെക്സിബിൾ ബഡ്ജറ്റിലാണ് മെത്തേഡിലാണ് ചെയ്യേണ്ടത്. അതിൽ ഏതൊക്കെയാ? പ്രൊഡക്ഷനിൽ 8,000 യൂണിറ്റിൻ്റെ കണ്ടുപിടിക്കണം. 8,000 യൂണിറ്റിൽ എത്രയാണ് ബഡ്ജറ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത്, അതാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. നമുക്ക് തന്നിരിക്കുന്നത് എത്രയാ? 10,000 യൂണിറ്റിന് വേണ്ടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്ത സമയത്ത് എത്രയൊക്കെ ചിലവുകൾ വന്നു, ആ ബഡ്ജറ്റിൽ എത്രത്തോളം വന്നു എന്നുള്ളതാണ് നമുക്ക് തന്നിട്ടുള്ള. 10,000ൻ്റെ തന്നിട്ടുണ്ട്. നമ്മൾ 8,000 യൂണിറ്റിന് എന്ത് ചെയ്യണം? ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ ആവശ്യമായിട്ട് ഫസ്റ്റ് പെർട്ടിക്കുലർ കോളംസ് ഉണ്ടാവും. ദെൻ പറഞ്ഞിരിക്കുന്ന എത്ര യൂണിറ്റ്സ് ആണോ തന്നിരിക്കുന്നത്, നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 10,000 യൂണിറ്റിൻ്റെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 10,000 യൂണിറ്റ്സ് എഴുതി. അതിൽ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്ന ഒരു കോളം, ദെൻ കോസ്റ്റ് അല്ലെങ്കിൽ എമൗണ്ട് എന്ന് എഴുതിയാലും മതി. ആ എമൗണ്ട് കോളം എഴുതുക. അതിനുശേഷം നമുക്ക് എത്രതിൻ്റെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ബഡ്ജറ്റ്. 8,000 യൂണിറ്റ് ഉണ്ടാക്കുവാണെങ്കിൽ എത്ര ബഡ്ജറ്റ് ഇടണം, മെറ്റീരിയൽസിന് എത്രയാ, ലേബറിന് എത്രയാ, അങ്ങനെ ഓരോന്നിനും എത്രയാണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതും അതേപോലെ നമ്മൾ എന്ത് ചെയ്യാം? 8,000 യൂണിറ്റ് എന്ന് എഴുതിയിട്ട് കോസ്റ്റ് പെർ യൂണിറ്റ്, ദെൻ കോസ്റ്റ് അല്ലെങ്കിൽ ഇവിടെ എമൗണ്ട് കോളം എഴുതുക. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം? ഈ 10,000 യൂണിറ്റിൻ്റെ ബേസിലേക്ക് എഴുതാം. അതിൽ ഫസ്റ്റ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? പെർ യൂണിറ്റ് എത്രയാ? 70 ആണ്. 70 അല്ലേ? അപ്പോൾ മെറ്റീരിയൽ 70 യൂണിറ്റ് ആണ്. എത്ര എണ്ണം ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. അപ്പോൾ 70 എണ്ണം. എത്ര യൂണിറ്റ്സിനാണ് പറഞ്ഞു? ഒരു യൂണിറ്റ് ഇപ്പോൾ എത്രയാണ്? 10,000 ആണ് അല്ലേ? ഒരു യൂണിറ്റിന് 10,000 യൂണിറ്റ്സിൽ ഉണ്ടാക്കിയത് പറഞ്ഞത്. അപ്പോൾ ഒന്നിന് എത്രയാ? 70 ആണ്. അപ്പോൾ എത്ര യൂണിറ്റ്സ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്? 10,000 ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ 10,000 × 70 എത്രയാണ് വരിക? അപ്പോൾ 7 lakh. ദെൻ ലേബർ എത്രയാ? 25 ആണ്. അപ്പോൾ 25 × ഈ പറഞ്ഞ 10,000 യൂണിറ്റ് ഉണ്ടാക്കിയില്ലേ? ഒന്നിനല്ലേ 25. അപ്പോൾ 10,000 യൂണിറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എത്രയാ? 2,50,000 വരും. 2,50,000. ദെൻ വേരിയബിൾ എക്സ്പെൻസസ് 5 ആണ്. അപ്പോൾ 5 × 10,000. അപ്പോൾ എത്രയായി? 50,000.
ക്ലിയർ ആയോ? അപ്പോൾ മെറ്റീരിയൽ, ലേബർ, വേരിയബിൾ എക്സ്പെൻസസ്, കോസ്റ്റ് പെർ യൂണിറ്റ് തന്നിട്ടുണ്ട്. അതേ മൾട്ടിപ്ലൈ ചെയ്ത് എത്ര യൂണിറ്റ്സ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്? 10,000 യൂണിറ്റ് ഉണ്ടാക്കിയത്. അപ്പോൾ ആ 10,000 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ക്ലിയർ ആയോ? ഓക്കെ, അതിലാണ് നമ്മൾ എന്ത് ചെയ്യുക? കോസ്റ്റ് പെർ യൂണിറ്റ് ആയ 70 + 25 + 5 എത്രയാ? 100 കിട്ടി. ഇവിടെ വരുന്ന സമയത്ത് വരും 10 lakh വരും. ക്ലിയർ? അതാണ് നമ്മുടെ എന്ത്? പ്രൈം കോസ്റ്റ് അല്ലേ? പ്രൈം കോസ്റ്റ് പറയുന്നത് എന്താ? എല്ലാ ഡയറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളും, ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസസ് എല്ലാം കൂടി ചേർന്നാൽ എന്താണത്? പ്രൈം കോസ്റ്റ് ആണ്. നമുക്ക് അറിയുന്ന കാര്യമാണ്. അതാണ് നമ്മൾ എന്തുവരെ ഇവിടെ പ്രൈം കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ? ദെൻ എന്താ? പ്രൈം കോസ്റ്റ് കഴിഞ്ഞപ്പോൾ നമ്മളെന്താ? ഫാക്ടറിയിലല്ലേ വർക്ക് ചെയ്യുന്ന, ഫാക്ടറിത്തെ കാര്യങ്ങൾ എടുത്ത് എഴുതണ്ടേ? അപ്പോൾ ഫാക്ടറി ഓവർ ഹെഡ് എന്ന് ഹെഡിങ് എഴുതുക. അതിൽ പറഞ്ഞിരിക്കുന്നത് ഫിക്സഡ് എക്സ്പെൻസ്, ഫിക്സഡ് ഓവർ ഹെഡ് എന്ന് പറയുന്നുണ്ട് അല്ലേ? ഫിക്സഡ് ഓവർ ഹെഡ് എത്രയാ പറഞ്ഞിരിക്കുന്നത്? 10 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫിക്സഡ് ഓവർ ഹെഡ് 10 എഴുതി വയ്ക്കുക. അപ്പോൾ 10 എഴുതി. ആ 10 എഴുതി കഴിഞ്ഞാൽ എമൗണ്ട് എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്? 10,000 ആണ്. അപ്പോൾ 10 × 10,000 എത്രയാ? 1 lakh വന്നു. വേരിയബിൾ എത്രയാണ്? വേരിയബിൾ എക്സ്പെൻസസ് എന്ന് പറയുന്നത്, വേരിയബിൾ എക്സ്പെൻസ് വേരിയബിൾ ഓവർ ഹെഡ് 20 പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ അത് എന്ത് ചെയ്യുക? 20 എന്ന് പറഞ്ഞിട്ട് എഴുതുക. ക്ലിയർ ആയോ? അപ്പോൾ 20 എന്ന് എഴുതി. അപ്പോൾ 20 × 10,000 എന്ന് പറയുമ്പോൾ എത്രയാ? 2 lakh വരും. അപ്പോൾ ഇതെല്ലാം കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ എത്ര വരും? 100. ഇതും കൂടി പ്രൈം കോസ്റ്റും കൂടി ആഡ് ചെയ്യണമല്ലോ. അപ്പോൾ 100 + 10 + 20 ദാറ്റ് ഈസ് 130. അതേപോലെ ഇവിടെ 10 lakh, 1 lakh, 2 lakh എല്ലാം കൂടി തേക്കുമ്പോൾ കൂട്ടുമ്പോൾ എന്ത് വരും? 13 lakh കിട്ടി. അതാണ് നമ്മുടെ വർക്ക് കോസ്റ്റ്. ക്ലിയർ ആയോ? ഇനി ഫാക്ടറിയുടെ കാര്യം കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയണം? ഓഫീസിൻ്റെ ഡീലിങ്സ് അല്ലേ? അതിന് നമ്മൾ എന്ത് പറയാറ്? അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ് എന്ന് പറയാറുണ്ട്. ഈ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? അസ്യൂമിങ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ് ആസ് 100% ഫിക്സഡ്. 100% ഫിക്സഡ് ആണ് തന്നിരിക്കുന്നത്. എത്രയാണോ അത് മൊത്തം ഫിക്സഡ് ആണ് തന്നിരിക്കുന്നത് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞതിൽ 5 അല്ലേ തന്നിരിക്കുന്നത്? അപ്പോൾ അത് ഡയറക്റ്റ് ആയിട്ട് 5 എടുത്ത് എഴുതി. 5 × നമ്മുടെ എത്ര യൂണിറ്റ്സിൻ്റെയാണ്? ഈ പറഞ്ഞ 10,000 യൂണിറ്റ്സിനാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം? ഈ പറഞ്ഞ 5 × 10,000 അപ്പോൾ എന്താ? 50,000 കിട്ടി. 5 × 10,000 50,000 എടുത്ത് എഴുതി. ക്ലിയർ? അപ്പോൾ നമുക്കിതിലേക്ക് ഏതൊക്കെ ആഡ് ചെയ്യണം? വർക്ക് കോസ്റ്റ് ആയ 130 അല്ലേ? 130ഉം ഈ 5 5 കൂടി ആഡ് ചെയ്യുമ്പോൾ എത്രയായാലും 135. ഇവിടെ ആകുമ്പോൾ എമൗണ്ട് കോളത്തിലാകുമ്പോൾ 13 lakh + 50,000. അപ്പോൾ എത്ര വരിക? 13 lakh 50,000 വരും. ക്ലിയർ ആയോ? അതാണ് നമ്മുടെ എന്ത്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ടോട്ടൽ ചെയ്ത് എഴുതി വെക്കുക. ദെൻ പിന്നെന്താ? നമ്മൾ സാധാരണ ഫാക്ടറി ഓവർ ഹെഡ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അഡ്മിനിസ്ട്രേഷൻ്റെ കേസുകൾ കഴിഞ്ഞു. അത് കഴിഞ്ഞും സാധനങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം? സെല്ല് ചെയ്യണം. അപ്പോൾ സെല്ലിംഗ് എക്സ്പെൻസസ് വരും. സെല്ലിംഗ് എക്സ്പെൻസസിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 10% ഫിക്സഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സെല്ലിംഗ് എക്സ്പെൻസസിൽ 10% ഫിക്സഡ് ആണ്. അതായത് ആ 10% ഫിക്സഡ്, അതിലൊരു മാറ്റം ഇല്ല. തന്നിരിക്കുന്ന എമൗണ്ട് എത്രയാണ്? 13 എന്നാണ് തന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ 13ൻ്റെ 10%. അപ്പോൾ 13 അല്ലേ? 13 × 10% എത്രയാ വരും? 1.30. അത് ഫിക്സഡ്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ എന്തായിരിക്കും? പെർസെൻറ്റേജിൽ 10% ഫിക്സഡ് ആയ ബാക്കി 90% ഏതായിരിക്കും? അപ്പോൾ വേരിയബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ പറഞ്ഞ 13ൻ്റെ എന്ത് കണ്ടാൽ മതി? 90% കാണുക. അപ്പോൾ ഈ 11.70 കിട്ടും. അത് അല്ലെങ്കിൽ എന്ത് ചെയ്യാം? 13ൻ്റെ 10% പറയുമ്പോൾ 1.30 കിട്ടും. അപ്പോൾ പിന്നെ ഈസി ആയിട്ട് പിന്നെ എങ്ങനെ ചെയ്യാം? തന്നിരിക്കുന്ന എമൗണ്ട് എത്ര? 13 അല്ലേ? അപ്പോൾ 13ൽ നിന്ന് ഈ പറഞ്ഞ ഫിക്സഡ് ചാർജ് കോസ്റ്റിൻ്റെ അതായത് എത്ര? 1.30 അല്ലേ? 1.30 മൈനസ് ചെയ്താൽ മതി. അങ്ങനെ ആയാൽ ബാക്കി എത്ര? 11.70 കിട്ടും. അങ്ങനെ ചെയ്യാം. അപ്പോൾ ഫിക്സഡ് എത്രയാണ്? 10%, വേരിയബിൾ 90%. അതല്ലെങ്കിൽ ഫിക്സഡ് എന്ന് പറഞ്ഞ് 10% കാണുക. അപ്പോൾ 1.30 വരും. അതായത് 13 തന്നെ 13ന് 10% 1.30 ആണ്. അപ്പോൾ ബാക്കി പറയുമ്പോൾ എത്രയാണ്? 13ൽ നിന്ന് 1.30 മൈനസ് ചെയ്ത ബാക്കി അത് വേരിയബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതേപോലെ ഇത് എന്ത് ചെയ്താൽ മതി? ഈ പറഞ്ഞ എമൗണ്ട് ഇത് യൂണിറ്റ്സിൽ നിന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. 1.30 × 10,000 അപ്പോൾ എത്രയാണ് വരിക? 13,000. അതേപോലെ 11.70 × 10,000 അപ്പോൾ എത്രയാണ് വരിക? 1,17,000 വരും. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ പറഞ്ഞ എല്ലാം കൂടി ആഡ് ചെയ്യുക. 135, 1.30, 11.70 എത്ര വരും? 148 ഇവിടെ വരും. ഇവിടെ എല്ലാം കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ 14,80,000 വരും. അതാണ് നമ്മുടെ എന്ത്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. സാധനം വിൽക്കുന്ന സമയത്ത് നമുക്ക് ചിലവ് വന്നിരിക്കുന്ന കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഇനി
ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസിൽ ഫിക്സഡ് എന്ന് പറയുന്നത് 20% ഫിക്സഡ് ആണ്. അതായത് തന്നിരിക്കുന്നത് 7 തന്നിരിക്കുക. അപ്പോൾ 7ൻ്റെ 20%. 7ൻ്റെ 20% പറയുമ്പോൾ എത്രയാ? 1.40. ഓക്കെ, അപ്പോൾ 20% ഫിക്സ്ഡ് ആണെങ്കിൽ ബാക്കി 80% എത്രയായിരിക്കും? വേരിയബിൾ ആയിരിക്കും. അപ്പോൾ 7ൻ്റെ 80% എന്ന് പറയുമ്പോൾ 7 × 80/100 എന്ന് പറയുമ്പോൾ 5.60 വരും. അതർവൈസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാം? 7ൻ്റെ 20%, 7 × 20/100 എന്ന് എഴുതുമ്പോൾ 1.40 കിട്ടും. അതിനുശേഷം എന്ത് ചെയ്യാം? 7ൽ നിന്ന് ഈ പറഞ്ഞ 1.40 മൈനസ് ചെയ്താൽ മതി. അപ്പോൾ എത്ര കിട്ടും? ബാലൻസ് ഉള്ളത് 5.60 കിട്ടും. എന്നിട്ട് ഈ പറഞ്ഞ 1.40 ഇൻറ്റു നമ്മുടെ എത്ര യൂണിറ്റ്സ് ആണ്? 10,000 യൂണിറ്റ്സ് അല്ലേ? അപ്പോൾ 10,000 യൂണിറ്റ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതേപോലെ 5.60 ഇൻറ്റു ഈ പറഞ്ഞ 10,000 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 56,000 വരും. ഓക്കെ, എന്നിട്ട് ഈ പറഞ്ഞതെല്ലാം കൂടെ ടോട്ടൽ ചെയ്യുമ്പോൾ ഇവിടെ എത്ര വരും? 155 വരും. കോസ്റ്റ് പെർ യൂണിറ്റിൽ ഇവിടെ 155, ഇവിടെ എത്ര വരും? 15,50,000 കിട്ടും. ക്ലിയർ ആയോ? അത് നമ്മുടെ എന്താണ്? കോസ്റ്റ് ഓഫ് സെയിൽസ് ആണ്. ക്ലിയർ ആയോ? ഇത് നമ്മുടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലുള്ള കാര്യമാണ്. 10,000 യൂണിറ്റിൻ്റെ കാര്യമാണ്. ഇനി നമുക്ക് ശരിക്കും പറഞ്ഞത് ഫൈൻഡ് ഔട്ട് ചെയ്യാം. പറഞ്ഞിരിക്കുന്നത് എന്താ? 8,000 യൂണിറ്റിൻ്റെ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. തന്നിരിക്കുന്നത് ഇതാണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 8,000 യൂണിറ്റിൻ്റെ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതൊന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഇനി ഈ പറയുന്ന 8,000 യൂണിറ്റിൽ എത്രത്തോളമാണ് ബഡ്ജറ്റ് വരിക എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് മുന്നേ നിങ്ങൾ ഒരു കാര്യം നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. ഫിക്സ്ഡ് കോസ്റ്റ് ഓൺ എമൗണ്ട് കോൺസ്റ്റൻറ്റ്. ഫിക്സ്ഡ് കോസ്റ്റിൽ എമൗണ്ട് കോൺസ്റ്റൻ്റ് ആയിരിക്കും. എമൗണ്ട് കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫിക്സഡിൽ ഇപ്പോൾ ഇവിടെ 1 lakh ആണെങ്കിൽ അത് കോൺസ്റ്റൻ്റ് തന്നെ ആയിരിക്കും. ഇവിടെയും 1 lakh തന്നെ ആയിരിക്കും. കണ്ടോ? അതായത് ഫിക്സ്ഡ് കോസ്റ്റിൽ എമൗണ്ട് എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. അത് എത്ര? 10,000 യൂണിറ്റ് ആയാലും 8,000 യൂണിറ്റ് ആയാലും കുഴപ്പമില്ല. അതിന് എന്ത് തന്നെയായിരിക്കും? കോസ്റ്റ് ചിലവ് എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? സെയിം ആയിരിക്കും. എമൗണ്ടിൽ എന്തില്ല? ഫിക്സഡ് കോസ്റ്റിൽ വ്യത്യാസമില്ല. ഫിക്സഡ് കോസ്റ്റിൽ കോസ്റ്റ് പെർ യൂണിറ്റിന് വ്യത്യാസം വരും. ഇവിടെ 10 ആണെങ്കിൽ ഇവിടെ 12.5 വ്യത്യാസം വരും. കോസ്റ്റ് പെർ യൂണിറ്റിൽ വ്യത്യാസം വരുന്നത് ഫിക്സഡ് കോസ്റ്റിലും. ഫിക്സഡ് കോസ്റ്റിൽ എമൗണ്ടിൽ വ്യത്യാസം വരില്ല. എത്രയായാലും സെയിം ആണ്. ഓക്കെ, ഇപ്പോൾ റൂം വാടകയൊക്കെ ആണെന്ന് പറയുമ്പോൾ ഒരു 5 പേര് താമസിച്ചാലും ഒരാൾ താമസിച്ചാലും ഇപ്പോൾ വാടക കൊടുക്കുന്നത് ഫിക്സഡ് ആയിട്ട് തന്നെ ആയിരിക്കില്ലേ? അതേപോലെ. ഓക്കെ, ഇനി ഇത് വേരിയബിൾ കോസ്റ്റ് ആണെങ്കിൽ അത് എന്ത് വരും? വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്, അതായത് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. വേരിയബിൾ യൂണിറ്റിൽ കോസ്റ്റ് പെർ യൂണിറ്റ് സെയിം ആയിരിക്കും. ഇവിടെ 10,000 യൂണിറ്റ് ആകുമ്പോൾ ഒന്നിന് 20 രൂപ എന്നാണ് ചിലവ് വരികയാണെങ്കിൽ ഇവിടെ 8,000 യൂണിറ്റ് ആണെങ്കിൽ ഇവിടെ എത്ര തന്നെയാണ്? കോസ്റ്റ് പെർ യൂണിറ്റ് എത്ര? 20 തന്നെയാണ് വരിക. പക്ഷെ അതിൻ്റെ എമൗണ്ടിൽ വ്യത്യാസം വരും. പക്ഷേ കോസ്റ്റ് പെർ യൂണിറ്റിൽ എന്ത് വരില്ല? അവിടെ വ്യത്യാസം വരുന്നില്ല. മനസ്സിലായോ? അപ്പം അത് നോട്ട് ചെയ്ത് വെക്കുക. ഒന്നും കൂടി ഞാൻ പറയാം. ഫിക്സഡ് കോസ്റ്റ് ഓൺ എമൗണ്ട് കോൺസ്റ്റൻറ്റ്. ഫിക്സഡ് കോസ്റ്റിലെ എമൗണ്ട് കോൺസ്റ്റൻ്റ് ആണ്. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് കോൺസ്റ്റൻറ്റ്. വേരിയബിൾ കോസ്റ്റിലെ കോസ്റ്റ് പെർ യൂണിറ്റ് ആണ് എന്ത്? സെയിം ആയിട്ട് വരുന്നത്, കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്കതിൽ ആൻസറിലേക്ക് പോകുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ 10,000 യൂണിറ്റ്സ് ആണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇനി 8,000 യൂണിറ്റ് ആകുമ്പോൾ അത് എങ്ങനെയാണ് വരിക? മെറ്റീരിയൽസ് നമുക്കറിയാം. മെറ്റീരിയൽസിൽ ഇവിടെ 70 എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 70 എണ്ണമാണ്. പക്ഷേ 800 യൂണിറ്റേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പം നമുക്ക് എത്ര രൂപ ചിലവ് വരും? കോസ്റ്റ് പെർ യൂണിറ്റ് ഒന്നിന് 70 ആണ്. എത്ര യൂണിറ്റ്സ് ഉണ്ടാക്കുന്നുള്ളൂ? 8,000 ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ എത്ര ചിലവ് വരും? ഈ പറയുന്ന 8,000 × 70, ഈ പറയുന്ന 8,000നെ 70 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എത്രയാണ് വരിക നോക്കൂ? 5,60,000. എത്രയാണ് വരിക? 5,60,000 വന്നു. ഇനിയോ ലേബർ 25 ആണ് 10,000-ന് വന്നിരിക്കുന്നത്. അപ്പോൾ അതേ തന്നെയായിരിക്കും നമുക്ക് ഇവിടെ 8,000 വരുമ്പോൾ 25. അപ്പോൾ ഇവിടെ എത്ര എണ്ണ ഉണ്ടാക്കണം? യൂണിറ്റ്സ് 8,000 ആണ്. നമുക്ക് ഒന്നിന് 25 ആണ്. അപ്പോൾ ഈ പറഞ്ഞ 8,000 വരുമ്പോൾ എത്ര വരിക? 8,000 മൾട്ടിപ്ലൈ ബൈ 25 എത്ര വരും? 2 lakh ചിലവ് വരും. അപ്പോൾ അതിൽ 10,000 ആകുമ്പോൾ ഇവിടെ 7 ലക്ഷം വന്നു. ആ ചിലവ് ഇവിടെ ഉണ്ടോ? ഇല്ല. കാരണം എത്രയാ? ഈ ഇവിടെ 8,000 യൂണിറ്റ്സേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഇനി വേരിയബിൾ എക്സ്പെൻസസ് 5 ആണ്. അപ്പോൾ ഇവിടെ 5 എത്ര യൂണിറ്റ്സാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? 8,000. അപ്പോൾ 5 × 8,000 എത്രയാ? 40,000. ഓക്കെ, അതെല്ലാം കൂടി എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അപ്പോൾ പ്രൈം കോസ്റ്റ് കിട്ടും. പ്രൈം കോസ്റ്റിൽ കോസ്റ്റ് പെർ യൂണിറ്റ് 100, ദെൻ കോസ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത് 8 lakh. ക്ലിയർ ആയോ?
ഇത് ക്ലിയർ ആയില്ലേ? ഇനി നെക്സ്റ്റ് ഏതാ ഉള്ളത്? ഫാക്ടറി ഓവർ ഹെഡ് ഉണ്ട്. ഫാക്ടറി ഓവർ ഹെഡിൽ ഇനിയാണ് നമ്മൾ നേരത്തെ നോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അത് ഇവിടെ ഇമ്പോർട്ടൻ്റ് നോക്കിക്കോളൂ. ഫിക്സഡ് ഫാക്ടറി ഓവർ ഹെഡിൽ ഫിക്സഡ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഫിക്സഡ് പറഞ്ഞാൽ 10, ഇവിടെ 10 ആണ് അല്ലേ? അതിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഫിക്സഡിൽ കോസ്റ്റ് പെർ യൂണിറ്റിൽ ചേഞ്ച് വരും. ഏതിലാണ് ഫിക്സഡ് ആയിട്ടുള്ള കോസ്റ്റ്? എമൗണ്ടിലാണ് ഒരേപോലെ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ഈ പറയുന്ന 1 lakh നേരെ ഇവിടെ എടുത്ത് എഴുതുക. 8000 യൂണിറ്റിൻ്റെ ഇവിടെ നമുക്ക് എന്ത് ചെയ്ത് ഇവിടെ 1 lakh എന്ന് എഴുതുക. കോസ്റ്റ് പെർ യൂണിറ്റ് 1,00,000 രൂപ ചിലവായി, പക്ഷെ ഒന്നിന് എത്ര യൂണിറ്റ് ആണെന്ന് കണ്ടുപിടിക്കണത് എന്ത് ചെയ്താൽ മതി? നമ്മളിപ്പോൾ പറയില്ലേ 50 രൂപയാണ് 10 പെന്നിന് വില എന്ന് പറയുവാണെങ്കിൽ ഒന്നിന് എത്രയെന്ന് കണ്ടുപിടിക്കുക എന്ത് ചെയ്യുക? 50/10 ചെയ്യില്ലേ? അതേപോലെ ഇവിടെ എന്ത് ചെയ്യുക? 8000 യൂണിറ്റ് ആണ് ഉള്ളത്, ഒന്നിന് എത്ര വില എന്ന് പറയുമ്പോൾ ഇവിടെ ടോട്ടൽ എത്രയാണ്? 1 lakh ആണ്. അപ്പോൾ 1 lakh ഡിവൈഡഡ് ബൈ 8000 യൂണിറ്റ് അല്ലേ? അപ്പോൾ 8000 അപ്പോൾ എത്ര വരും? 12.5 വരും. ക്ലിയർ ആയോ? അതാണ് ഇവിടെ ഫിക്സഡ് കോസ്റ്റിൽ ഈ പറഞ്ഞ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റിൽ വരുന്നത്. എമൗണ്ട് എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. ഇനി പക്ഷെ വേരിയബിളിലാകുമ്പോൾ കോസ്റ്റ് പെർ യൂണിറ്റ് സെയിം ആണ്. അതായത് ഇവിടെ 20 ആണെങ്കിൽ ഇവിടെയും 20, ഇവിടെ ഇനി 10,000 യൂണിറ്റ് ആയാലും 8,000 യൂണിറ്റ് ആയാലും 6,000 യൂണിറ്റ് ആയാലും വേരിയബിളിൽ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ത് തന്നെയാണ്? സെയിം ആണ്. അതുകൊണ്ട് കോസ്റ്റ് പെർ യൂണിറ്റ് അതേപടി 20 എഴുതി. അപ്പോൾ ഇനി എമൗണ്ട് എങ്ങനെ കാണും? 20 അല്ലേ ഒന്നിന്? എത്ര യൂണിറ്റ് ഉണ്ട്? 8,000. അപ്പോൾ എളുപ്പമല്ലേ? 8,000 × 20 എത്രയാ? എന്താ? 1,60,000. സിമ്പിളായിട്ട് എഴുതി. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 20 × 8,000 മൾട്ടിപ്ലൈ ചെയ്താൽ മതി, എമൗണ്ട് കിട്ടും വേരിയബിളിൽ. അപ്പോൾ നമുക്ക് എല്ലാം കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ എത്ര വരും? 132.5 വരും. ഇവിടെ 10,60,000 വരും. അത് നമുക്ക് എന്തായി? വർക്ക് കോസ്റ്റായി. ക്ലിയർ ആയോ? എളുപ്പമല്ലേ? ഇത് ഫിക്സഡും വേരിയബിൾ എന്ന് പറഞ്ഞിട്ട് പറയാം. ഇനിയുള്ളത് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ്. അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസിൽ ഫിക്സഡ് ആണ്, അതിൽ വേറെ മാറ്റങ്ങളൊന്നുമില്ല. അതിൽ 5 ആണ്. ഇതിൽ ഓൾറെഡി 10,000 യൂണിറ്റിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 50,000 കിട്ടി. അപ്പോൾ എമൗണ്ട് എത്രയാണ്? 50,000. ആ എമൗണ്ടിൽ മാറ്റമില്ലല്ലോ, കോസ്റ്റ് പെർ യൂണിറ്റിലല്ലേ വ്യത്യാസം. അപ്പോൾ 50,000 അതേപടി എടുത്ത് എഴുതി. കോസ്റ്റ് പെർ യൂണിറ്റ് കാണാൻ എന്താ ചെയ്യേണ്ടത്? 50,000 ഡിവൈഡഡ് ബൈ 8,000. ഈ 8,000 യൂണിറ്റ് അല്ലേ? അപ്പോൾ അത് 8,000 എഴുതി. അപ്പോൾ എമൗണ്ട് ഇവിടെ യൂണിറ്റ് എത്രയാണ്? 6.25. ക്ലിയർ. ദെൻ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ടോട്ടൽ ചെയ്യുക. അവിടെ എത്ര വരും? ഇപ്പോൾ 132.5ഉം 6.25 138.75 കിട്ടി. ഇവിടെയോ 11,10,000 കിട്ടി. ക്ലിയർ. ഇനി സെല്ലിംഗ് എക്സ്പെൻസസ്. സെല്ലിംഗ് എക്സ്പെൻസസിൽ ഫിക്സഡിൽ പറഞ്ഞിരിക്കുന്ന എമൗണ്ട് ഇവിടെ 10% എന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഒന്നില്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ ഈ പറഞ്ഞതിൽ നിന്ന് എടുത്ത് ഡയറക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. ഇവിടെ 1.30, ഇവിടെ എമൗണ്ട് എത്ര വന്നിരിക്കുന്നത്? 13,000 ആണ്. അപ്പോൾ നമുക്കറിയാം ഫിക്സഡിൽ എമൗണ്ട് എന്ന് പറയുന്നത് സെയിം ആണ്, കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതേപടി ഇവിടെ 13,000 എന്ന് എഴുതി. ഒരു യൂണിറ്റിന് എത്രയാ പറയുമ്പോൾ ഈ 13,000 ഡിവൈഡഡ് ബൈ 8,000 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1.63 വരും. ക്ലിയർ. ഇനി വേരിയബിൾ ആവുന്ന സമയത്ത് യൂണിറ്റ് ഇവിടുത്തെ കോസ്റ്റ് പെർ യൂണിറ്റ് സെയിം, അപ്പോൾ അതേപടി എടുത്ത് എഴുതി 11.70 എഴുതി. എമൗണ്ട് പറയുമ്പോൾ എങ്ങനെയാണ് വരിക? ഈ പറയുന്ന 11.70 ഇൻറ്റു 8,000. അപ്പോൾ എത്ര വരും? 93,600 വരും. ക്ലിയർ ആയോ? 93,600 വരും. ക്ലിയർ. അതെല്ലാം കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് വരിക? 152.08 വരും. ഇവിടെയോ 12,16,600 വരും. ഇത് നമ്മുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടി. ഏത്? 8,000 വെച്ച് ചെയ്യുമ്പോൾ ഉള്ളത്. ഇനി നമുക്ക് ഏതാ ഉള്ളത്? ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ്. ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസിൽ ഫിക്സഡ് എന്ന് പറയുന്നതിൽ ഇവിടെ നമുക്കറിയാം 14,000 ആണ്. അതായത് ഫിക്സഡിൽ എന്ത് കോൺസ്റ്റൻ്റ് ആണ്? എമൗണ്ട് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതേപടി 14,000 എടുത്ത് എഴുതി. ഇനി യൂണിറ്റ് കാണാൻ എന്താ ചെയ്യേണ്ടത്? 14,000 ഡിവൈഡഡ് ബൈ 8,000. 8,000 യൂണിറ്റ് അല്ലേ പറഞ്ഞത്? അപ്പോൾ 8,000 യൂണിറ്റ് കാണുക. അപ്പോൾ എത്ര വരും? 1.75 വരും. വേരിയബിൾ ആവുമ്പോൾ യൂണിറ്റ് സെയിം ആണ്. അപ്പോൾ 5.60, ഇവിടെയും 5.60 എന്ന് എഴുതിയിട്ട് എമൗണ്ട് കാണാൻ എന്ത് ചെയ്താൽ മതി? 5.60 ഇൻറ്റു എത്ര യൂണിറ്റ്സാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞാൽ 8,000. അപ്പോൾ 8,000 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരും? 44,800 വരും. ക്ലിയർ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ടോട്ടൽ ചെയ്യാം. ടോട്ടൽ ചെയ്യുമ്പോൾ എത്ര വരിക? 159.43. ഇവിടെയോ 12,75,400 വരും. ഇതാണ് നമ്മുടെ കോസ്റ്റ് ഓഫ് സെയിൽസിൽ വരുന്നത്. ക്ലിയർ ആയോ? ഇത് മെയിൻ ശ്രദ്ധിക്കേണ്ടത് ഫിക്സഡ് ആവുന്ന സമയത്ത് കോസ്റ്റ് പെർ എമൗണ്ടിലെ എമൗണ്ട് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അത് എത്ര യൂണിറ്റ്സിലായി മാറിയാലും എമൗണ്ട് കോൺസ്റ്റൻ്റ്, മാറ്റമില്ല. യൂണിറ്റിൽ മാറ്റമുണ്ടാവും. വേരിയബിൾ ആവുമ്പോൾ യൂണിറ്റിൽ മാറ്റമില്ല,
എമൗണ്ടിൽ മാറ്റം വരും. ക്ലിയർ? ഓക്കെ, താങ്ക് യു. സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.